അപ്പോൾ അത് വെച്ചിട്ട് മൂപ്പര് ഇങ്ങനെ റൗണ്ട് അടിക്കും. അപ്പോൾ ഒരു മന്ത്രം പോലെ ഇങ്ങനെ ജപിക്കും, യാ ഫത്താമന യാ ഫത്താ യാ ഫത്താ. അപ്പോൾ സർവശക്തനായ ദൈവമേ എന്നാണ് അത്ര അതിൻ്റെ അർത്ഥം, എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഇയാളെ എപ്പോഴും യാ ഫത്താ എന്ന് പറയുന്ന കാരണം ഇയാളെ ഫത്താഹ് മുസ്ലിയാർ എന്ന് പറയും ആൾക്കാർ. അപ്പം അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഇല്ലാത്ത കഥകൾ, ഉള്ള കഥകൾ ഒക്കെ ഉണ്ടാവും. ഇയാൾ അവിടെ രാത്രി മറ്റേ ശ്മശാനത്തിൽ വെച്ചിട്ട് കണ്ടു മൂപ്പര്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ ഉണ്ടാവും. എനിക്ക് മാത്രമേ ഇനി ഈ ആൾക്കാരെ ഉദ്ബോധിപ്പിക്കാനും പ്രബോധനം ചെയ്യുന്നതിനും അധികാരമുള്ളൂ. ഞാനാണ് യേശു ക്രിസ്തുവിൻ്റെ ശേഷം ഇപ്പോൾ നിലവിലുള്ള മതത്തിൻ്റെ അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊച്ചു ബേബി സംസാരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം ഏതാണ്ട് 20 കൊല്ലം ചെയ്തു. അപ്പോൾ ഞാനും മമ്മൂട്ടിയും കൂടിയിട്ട് അവിടെ പോകുമ്പോൾ മമ്മൂട്ടി ആ ചായക്കടയിൽ കയറി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ചായക്കടയിൽ കയറിയപ്പോൾ ആർക്കാണ് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ വെറുതെ ഒരു വേലപ്പം ചായക്കടയിൽ കയറി എന്താ താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുൽസിത ബുദ്ധിയായിരുന്നു അത്. അപ്പോൾ അത് വായിച്ചപ്പോൾ കുറേ കത്തുകളൊക്കെ വന്നു, തുടർന്ന് എഴുതാനൊക്കെ പറയുന്നു. ഈ ഒരു ഡ്രോബാക്ക് ഉണ്ടെന്നാണ് ആടുജീവിതത്തിനും പിന്നെ പറഞ്ഞത്. ഉള്ള സംഗതിയാണ്, അത് ക്രിയേറ്റീവ് അല്ല, അതുകൊണ്ട് അവാർഡ് കൊടുത്തത് ശരിയല്ല. ഇത് 2 വാദമാണ്, അത് ഒരിക്കലും യോജിച്ചു പോവാത്ത 2 വാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവം. ആ സ്ത്രീ എൻ്റെ വീട്ടിലൊരിക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താ ചെയ്യുക, ആ ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു വീട്ടുകാർ നിശ്ചയിച്ചിട്ടുണ്ടാവും 30. ആ പെണ്ണ് ആറങ്ങോട്ടുകാര ആ ഭാഗത്തുള്ളത്. ഏത് പെണ്ണാണ് ഇഷ്ടപ്പെടുക, എന്താണ് ഇവൻ്റെ ഒരു കഴിവുള്ളത്, അപ്പോൾ ആരാണ്, എന്നിട്ട് ഇവൻ്റെ കുഞ്ഞുണ്ടാവുന്നവരിൽ. അപ്പോൾ അവരുടെ ലൈഫിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കും. വീട് പണയത്തിലായി, വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. അപ്പോൾ അതിന് കടം വാങ്ങിച്ചു, അത് അടയ്ക്കാൻ പറ്റില്ല, പ്രാരാബ്ദങ്ങൾ. അപ്പോൾ ആ സ്ത്രീനെ പറ്റിയിട്ട് ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ ആ സ്ത്രീയെ ഒട്ടും എൻ്റർടൈൻ ചെയ്യില്ല, ഒരിക്കലായിട്ട് വന്നു. അപ്പോൾ ശരി ഞാൻ എന്താണ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പറഞ്ഞു. അവരെ കാണുമ്പോൾ തന്നെ ആകെ വിഷമായി. കാരണം അതിനൊരു ജീവിതം അങ്ങനെ പൊലിഞ്ഞു പോവല്ലേ. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമ്മുടെ അതിഥി VK ശ്രീരാമൻ അദ്ദേഹമാണ്. നമസ്കാരം സാർ. വേറിട്ട വഴികളിലൂടെ മനുഷ്യരുടെ വേരുകൾ തേടിയുള്ള ഒരു യാത്രയായിരുന്നു സാറിൻ്റേത്. അങ്ങനെയൊരു തുടക്കം, ആ ഒരു മനുഷ്യരുടെ വേരുകൾ തേടിയുള്ളൊരു യാത്ര, അതിൻ്റെ ഒരു ചേതോവികാരം എന്തായിരുന്നു? അങ്ങനെ ഒരു തുടക്കത്തിൻ്റെ പ്രചോദനമായത് എന്തായിരുന്നു? അത് നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം മനസ്സിൽ. പക്ഷെ അതിനൊരു ഓപ്പണിങ് കിട്ടുന്നത് 2000 കൈരളി TV തുടങ്ങുമ്പോൾ അതിൻ്റെ ഡയറക്ടർ ഓഫ് പ്രോഗ്രാംസ് KR മോഹനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളറിയാം, അദ്ദേഹമായിട്ടുള്ള പിന്നെ അതിൻ്റെ PT കുഞ്ഞുമുഹമ്മദ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ പല ആൾക്കാരോടത്തും ഇങ്ങനെ പ്രോഗ്രാമുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിനകത്ത് ഏഷ്യാനെറ്റിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഈ നാട്ടരങ്ങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പ്രോഗ്രാം ഇതിനകത്തും ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ ഉള്ള ഒരു ആലോചനയാണ്. പക്ഷെ അത് എത്രമാത്രം അതിന് മുൻപ് ഉള്ള ഒരു ഇതൊന്നുമില്ല, ഈ മാതൃകകളൊന്നുമില്ല. ഉള്ളത് ഈ കണ്ണാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഗോപകുമാർ അവതരിപ്പിച്ചിരുന്നത്. കണ്ണാടി പക്ഷേ എനിക്ക് കാണുമായിരുന്നുവെങ്കിലും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാഴ്ചയായിരുന്നു. കാരണം മിക്കവാറും ഒരു 90% കഥകളെങ്കിലും വളരെ ദുഃഖകരവും നിരാശ ഉള്ളതും കണ്ടാൽ ഭയങ്കര മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതാണ്. പല സ്റ്റോറീസും അങ്ങനെയായിരുന്നു അതിൻ്റെ, പലതും ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതൊരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏരിയയിൽ തന്നെ വളരെയധികം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ലാതെ ചില തമാശകളൊക്കെ ഉള്ളതെന്ന് വേണമെങ്കിൽ ആലോചിക്കാം. ചില ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അത്രയൊക്കെ അന്ന് ആലോചിച്ചിട്ടുള്ളൂ. പല ആൾക്കാരും ഈ കുറച്ച് ലൂനാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, തെരുവുകളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, പാലത്തിൻ്റെ അടിയിൽ താമസിക്കുന്ന ആൾക്കാർ, ബസ് സ്റ്റോപ്പിൽ വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാർ, ബസ് സ്റ്റാൻഡിലൊക്കെ തന്നെ വളരെ കാലമായിട്ട് താമസിക്കുന്ന ആൾക്കാർ, അങ്ങനെ തെരുവിലുള്ള മനുഷ്യരെ പറ്റി അല്ലെങ്കിൽ പുറത്തുള്ള മനുഷ്യരെ പറ്റിയിട്ട് വീടിനകത്തൊക്കെ വളരെ സേഫായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് നമുക്ക്. അവരാണ് നമ്മൾ
മനുഷ്യരായിട്ട് കൂട്ടിയിട്ടില്ല. മറ്റുള്ള ആൾക്കാരൊന്നും അവരൊന്നും അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിലൊന്നുമില്ല. അവർക്ക് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വലിയ സ്ഥാനവുമില്ല. അവരെ ഓടിപ്പിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. നിരോധിക്കണം, യാചക നിരോധനം, അല്ലെങ്കിൽ അവർ കള്ളന്മാരാണ്, പോക്കറ്റടിക്കാരാണ്, അങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യരല്ലാത്ത മനുഷ്യർ. അപ്പോൾ അവരെ പറ്റിയിട്ടുള്ളൊരു ചില ആൾക്കാരെയൊക്കെ വിളിച്ച് അവരെ പറ്റിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്തവരാണ്. അപ്പം അങ്ങനത്തെ ചില ആൾക്കാരൊക്കെ നമുക്ക് നേരിട്ട് അറിയാം. നമ്മൾ അവരായിട്ടൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട്. സംസാരിക്കുമ്പോൾ അവർ നമ്മൾ സാധാരണ മനുഷ്യർ പറയുന്ന മറുപടികളൊന്നല്ല പറയാമെന്ന് മാത്രം. അപ്പോൾ ഞാനതിൽ 1-2 ആൾക്കാരെയൊക്കെ ഇങ്ങനെ വെച്ച് ഒരു ചെറുതായിട്ട് ഒരു സിനോപ്സിസ് പോലെയൊക്കെ ഉണ്ടാക്കി കെയർമോഹന് കൊടുത്തു. അപ്പോൾ അത് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മളത് ചെയ്യാൻ ആരംഭിച്ചത്. ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഞാൻ ഈ ജനിച്ച് വളർന്ന ഈ സ്ഥലം കുന്നംകുളമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ആൾക്കാരും എൻ്റെ പരിചയത്തിൽ വിട്ടിട്ടുള്ള ചില ആൾക്കാരൊക്കെ വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്. ഒന്ന്, ഇവിടെ ഒരു കൊച്ചു ബേബി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാൾ മരിച്ചുപോയി. അയാൾ ഈ അച്ഛന്മാരുടെ പള്ളിയിലെ അച്ഛൻ്റെ വേഷമൊക്കെ ധരിച്ച് റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ സങ്കീർത്തനങ്ങളൊക്കെ ആലപിച്ച് നടക്കുന്ന ഒരാൾ. അപ്പൊ അച്ഛനല്ലേ? അച്ഛനല്ല അയാള് ഒരു പ്രത്യേക ഈ മറ്റൊരു ഫിനാൻസ് കമ്പനി നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അത് നമ്മളുടെ ഭാഷയിൽ ബ്ലേഡ് കമ്പനി എന്നൊക്കെ പറയും. അവരത് നടത്തിയിരുന്ന ഒരാളാണ്. അതൊരു സമയത്ത് പൊട്ടിപ്പോകുന്നു. അതിന് ചില കാരണങ്ങളുണ്ടാവുന്നു. ഒരു മർഡർ കേസിൽ അയാളുടെ ബ്രദറോ മറ്റോ പെടുന്നു. അതിന് സമയത്ത് ഇയാൾ ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോകുമ്പോൾ ഈ കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതെയാവുന്നു. അതിനുശേഷം ഇയാൾ പുറത്തു വരുന്നത്, കുറേ കാലം ഇയാൾ എബ്സ്കോണ്ടൻ്റ് ആയിരുന്നു. പിന്നെ ഇയാൾ ഈ ഒരു തരം വേഷത്തിലും ഇങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്. ഇയാൾ വലിയൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് ആ വീട് ഏതാണ്ട് അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു കുന്നംകുളത്ത് തന്നെ, അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അയാൾക്ക് നല്ല സ്ഥലവും പണമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അവിവാഹിതനായിരുന്നു, സുന്ദരനായിരുന്നു. അപ്പോൾ അയാളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പിന്നെ റോട്ടിലായി. റോട്ടിലൊക്കെ ഇരുന്ന് ആയിട്ടാണ് അയാൾ പാട്ടുപാടുക, വർത്തമാനമൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അയാളോട് ഇങ്ങനെ അയാളുടെ ജീവിതത്തെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അയാൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളല്ല അയാൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അയാളുടെ ബാക്ക് ഹിസ്റ്ററി ഒക്കെ നമ്മൾ ചോദിച്ചറിയുന്നു മറ്റുള്ള അയാളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയൽക്കാരോടൊക്കെ. അങ്ങനെയാണ് അയാളെ പറ്റിയിട്ട് ആദ്യത്തെ അത് ചെയ്യുന്നത്. ആദ്യം ഒരുപക്ഷെ ടെലികാസ്റ്റ് ചെയ്തത് ഈ കൊച്ചു ബേബിയുടെ പറ്റിയിട്ടുള്ള കഥയായിരിക്കും. പിന്നെ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത് ഒരു മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട്, തലയിൽ മയിൽപ്പീലി വെച്ച് ഒരു സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ 2 ഭാഗത്തിരിക്കും. കിഴക്കേ നടയിലിരിക്കും, വടക്കേ ഭാഗത്തുള്ള മമ്മിയൂർ അമ്പലത്തിൻ്റെ മുൻപിലും ഇരിക്കും. അവരവിടെ ഇരുന്ന് പല കത്തുകൾ എഴുതും. ആൾക്കാർ കത്തുകൾ എഴുതുമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്, ഐക്യരാഷ്ട്രസഭയിലേക്ക്, UN ജനറൽ സെക്രട്ടറിക്ക്, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർക്കാണ് കത്തെഴുതുന്നത്. അപ്പോൾ അവർ കത്തെഴുതുന്നതെന്ന് വെച്ചാൽ യുദ്ധങ്ങൾ ഇല്ലാണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും യുദ്ധങ്ങൾ ആവത്താണ്, പിന്നെ പല കാര്യങ്ങളെ പറ്റിയിട്ടും ഒരുപാട് വളരെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ എന്നിട്ട് ഇപ്പോൾ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് പോസ്റ്റ് ചെയ്യും അവർക്ക്. അപ്പോൾ അവർക്ക് മറുപടി വരുന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ പോസ്റ്റ് ഓഫീസർ കൊടുക്കുന്നില്ല, അങ്ങനെ ഒക്കെ പറയുന്നത്. അപ്പോൾ അവരെ പറ്റിയിട്ടൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തു. അപ്പോൾ അവർ നമ്മൾ ചോദിച്ച അവരെ ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവർ കൃത്യമായിട്ട് മറുപടി തരുമായിരുന്നോ? കൃത്യമായിട്ട് മറുപടി പറയും. അത് അവരുടെ ഒരു രീതിയിലാണ് മറുപടി പറയുക എന്നുള്ളത് മാത്രം. അവരെന്തിനാണ് ജീവിക്കുന്നത്, അവർ ആൾക്കാർക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. മിക്കവാറും ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. മനുഷ്യരായി കഴിഞ്ഞാൽ ഈ തരം പ്രശ്നങ്ങളാണ് എപ്പോഴും. അപ്പോൾ അവർക്ക് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടും ലോകത്തിന് തന്നെ ഈ യുദ്ധങ്ങൾ കൊണ്ടുള്ള കെടുതികൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒക്കെ അവർ ലോക നേതാക്കന്മാർക്ക് കത്തെഴുതുകയും അവർ മറുപടി അയക്കുകയും അങ്ങനെ അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ആരംഭം. പക്ഷെ അതിന് മുൻപ് നമ്മളുടെ വീട്ടിൽ എൻ്റെ ഗ്രാമത്തിൽ, ഞാനിപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നത്, അച്ഛൻ്റെ വീടായാലും അടുത്തടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ
ഈ ധാരാളം ആൾക്കാർ കൂടി താമസിച്ചിരുന്ന, അല്ലെങ്കിൽ പണിക്കാരൊക്കെ ഒരുമിച്ച് ഇപ്പോൾ പാടത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ സ്ത്രീകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഞാറ് നടാനും പുല്ല് പറിക്കാനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവർ ഭയങ്കര സ്പീഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഈ ഞാറ് നടലൊക്കെ എന്ന് പറഞ്ഞാൽ പാട്ട് പാടിയിട്ടും വർത്തമാനം പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയും. കല്യാണം, പിന്നെ കുമാരൻ്റെ മകളുടെ കല്യാണം കഴിച്ചിട്ടുള്ളൂ, മറ്റേ ചെക്കനാണ്. എന്നിട്ട് അവൻ എന്താ വെച്ചാൽ ഇവർ വിചാരിച്ച പോലെ ഒന്നല്ല, ആ ചെക്കന് കച്ചവടത്തിലൊക്കെ നശിച്ചു, ആ പെൺകുട്ടിയുടെ ജീവിതം കഷ്ടപ്പാടായി. അങ്ങനെ ആ കുടുംബത്തെ കഥ പറയും. അപ്പോൾ മറ്റേ വീട്ടിലത്തെ കഥ പറയും. പിന്നെ അവർ ചില പ്രണയത്തിൻ്റെ കഥകൾ പറയും. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കൂട്ടുന്നൊക്കെ പറഞ്ഞേക്കും. അപ്പോൾ പാടത്തിൻ്റെ വരമ്പത്തിരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കേൾക്കും ഇവരിങ്ങനെ പറയുന്നത്. ഇവർ രാവിലെ പിന്നെ കൊയ്ത്തിന് അവർ വീട്ടിലേക്കാണ് വരിക. വീട്ടിലേക്ക് വന്ന് അവിടെ കളം മെഴുകുന്ന സമയം, പിന്നെ കൊയ്ത്ത് കറ്റ കൊണ്ടിരുന്ന് ഈ സമയത്ത്, അതുപോലെ പറമ്പ് കിളക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ വായിൽ നോക്കിയിട്ടിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ പറയും ഓരോ കഥകളും കാര്യങ്ങളും, അതിങ്ങനെ പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ചായപ്പൊടിയുണ്ട്, തൊട്ടടുത്ത് തന്നെ ചായക്കടയുണ്ട്. അപ്പോൾ അമ്മ വല്ല പഴം വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പച്ചക്കറി അല്ല ഈ പരിപ്പ് വട വാങ്ങിക്കാൻ, അതൊക്കെ ചിലപ്പോൾ പീടികയിലേക്ക് പറഞ്ഞേക്കും. അപ്പോൾ നമ്മളത് കിട്ടിയാലും അവിടെ അങ്ങനെ നിൽക്കും, അവരിങ്ങനെ വർത്തമാനം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് കുറച്ചിങ്ങനെ അതിശയോക്തിയൊക്കെ ഉള്ള തരത്തിലാണ് സംസാരിക്കുക. ഇത് കേട്ടിട്ടൊക്കെയാണ് നമ്മൾ വളരുന്നത്. പല മനുഷ്യരെ പറ്റിയിട്ടും ഒരു സാധാരണത്വമല്ലാത്ത കുറച്ച് വലിപ്പത്തിലാണ് പറയുക. ഇപ്പോൾ അടിയുണ്ടായി, ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസമായി ഇന്നലെ അടിയുണ്ടായി. മറ്റേ ആളാണ്, കുമാരനാണ് ആദ്യം അടിച്ചത്. അവൻ കയറി, അപ്പോൾ അവൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അവൻ വന്നപ്പോഴേക്കും ആൾക്കാർ ഓടി. അങ്ങനെ ഇവരുടെ ഒരു അവതരണ രീതിയുണ്ട് നാട്ടിലത്തെ. അപ്പോൾ വേറെ ചില ആൾക്കാർ പറയും അവൻ്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു, കഴിഞ്ഞ കൊല്ലത്തെ പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം വന്നത്. അപ്പോൾ അങ്ങനെ അവൻ്റെ വീട്ടിലത്തെ അമ്മയൊക്കെ കൂടി നിലവിളിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇങ്ങനെ അത് മുഴുവൻ അവരുടെ പല തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവിൽ അവതരിപ്പിക്കും ഈ കഥകൾ. ഉത്സവത്തിന് പോയതും അവിടെ നടന്നതും അവിടുത്തെ തമാശകളും ഉണ്ടാവും, കാര്യത്തിലുള്ള കഥകളുണ്ടാവും. അങ്ങനെ മനുഷ്യർ അവർ കണ്ട ലോകത്തെപ്പറ്റി പറഞ്ഞ് കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അത് എല്ലാ ദിവസവും ഉണ്ടാവും. ഇപ്പോൾ അവിടെ കറക്കാൻ വരുന്ന ആൾ ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ അയാൾ കുറച്ച് കറവൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തിണ്ണേമിലിരുന്ന് അച്ഛമ്മയായിട്ട് കുറേ നേരം വർത്തമാനം പറയും. അപ്പോഴേക്കും അവരന്വേഷിച്ച് വേറെ ആൾക്കാർ വരും. ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്ന, പരസ്പരം വർത്തമാനം പറഞ്ഞ, അതിലിപ്പോൾ എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരൊന്നല്ല കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ കള്ളന്മാരും ഉണ്ടാവും, അല്ലെങ്കിൽ സൂത്രം നുണ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പലതരം മനുഷ്യർ പറയുന്ന പലതരം വർത്തമാനങ്ങളും നാട്ടുവിശേഷങ്ങളും കേട്ടിട്ടാണ് എൻ്റെ ബാല്യമൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതില്ലാതെയായി, ചായക്കടകളില്ലാതെയായി. ചായക്കടകളിൽ ബംഗാളികളൊക്കെ മാത്രം ചായ കുടിക്കാൻ വരുന്ന ചായക്കടകളായി. അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന സ്റ്റൂളുകൾ മാത്രമായി. ഇങ്ങനെ ഈ സർക്കസിലൊക്കെ സിംഹരിക്കുന്ന പോലെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു തരം രീതി. മറ്റത് ഒരു ചായ കുടിച്ചാൽ അവിടെ ഇരിക്കും, പിന്നെ ചില ആൾക്കാർ ആരും ഇല്ലെങ്കിൽ അവിടെ കിടക്കും. ഉച്ചയ്ക്ക് ചിലപ്പോൾ വീട്ടിലങ്ങനെ പോകും. അല്ലെങ്കിൽ ഈ ചായക്കടയിൽ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അടുത്ത് മാവിൻ്റെ ചോട്ടിൽ, തിണ്ണയിൽ, കടത്തിണ്ണയിൽ, പീടിയത്തില്ല. അപ്പോൾ പീടിയത്തല എന്ന് പറയാം. ആ പീടിയത്തലയ്ക്ക് പോയിട്ട് ഇരുന്നിട്ട് തെണ്ടീസ് പീടിയും വലിച്ച് നടക്കുന്ന ആൾക്കാർ, ഒരു വിലയില്ലാത്ത ആൾക്കാർ അവരൊക്കെ. പക്ഷെ അവർ വല്ലാത്ത തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു. അവർക്ക് വേറെ ഒരു തരം കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവർക്ക് ഒരു തിരക്കുണ്ടായിരുന്നില്ല. മുഖം നോക്കി സംസാരിക്കുമായിരുന്നു. അല്ല, ആ മുഖം നോക്കി സംസാരിക്കുമായിരുന്നു. അവർക്ക് ജീവിതത്തിൽ ഒരു തിരക്കുണ്ടായിരുന്നില്ല. തിരക്കുള്ളതായത് ഇപ്പം അങ്ങോട്ട് ചെയ്തിട്ട് ഇന്ന കാര്യം ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ മല മറിക്കണം എന്നൊക്കെയുള്ള ഒരു പരിപാടിയില്ല. ആരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള മനുഷ്യരാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ബേജാറും ഇല്ലാത്ത ആൾക്കാർ വളരെ സുഖമായിട്ട് ഇങ്ങനെ ചായക്കടയിലും ഈ കടത്തിണ്ണയിലും അതുപോലെ തന്നെ മാവിൻ്റെ ചോട്ടിലും, മാവിൻ്റെ ചോട്ടിൽ തറ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർ, പാലത്തിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർ. നമ്മൾ എല്ലാവരും പറയും ഈ നമ്മൾ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നതിൻ്റെ സുവിശേഷങ്ങളാണ് പറയാം. അധ്വാനിച്ച് ലോകം ഭയങ്കരമായി തീർന്നു എന്നുള്ള ഒരു സംഭവം പറയാം. ഇത് ഒരു വഴിക്കും പോകാത്ത ആൾക്കാർ. അന്നൊക്കെ എന്ന് വെച്ചാൽ 7 മണിക്ക് പണി തുടങ്ങി 3 മണിയാകുമ്പോഴത്തേക്കും പണിയൊക്കെ തീർത്തിട്ട് പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ പണിക്ക് പോകും. പക്ഷെ അവർ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവർ വേഗം ചായക്കടയിൽ നിന്ന് പോകും. ഇത് ബാക്കിയാവുന്ന കുറച്ച് ആൾക്കാരാണ്. അവർ പണിക്കൊന്നും പോകില്ല, പണി ഉണ്ടെങ്കിലും പോകില്ല. അവർ ഉച്ചയാകുമ്പോഴും വീട്ടിലേക്ക്
ഊണൊന്നും ഉണ്ടാവില്ല വീട്ടിൽ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ അങ്ങോട്ട് തന്നെ വരും, എന്തോ ഒരു ആഫീസ് പണി പോലെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കും, ആ വീഡിയോ ഒക്കെ വലിക്കും. എന്നിട്ട് ആ പോണവർ അവൻ ആരാ പോണത്, അവൻ 2-3 ദിവസമായല്ലോ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അവൻ്റെ ജോലി, മറ്റുള്ളവർ ജോലി ചെയ്യാത്തതിലൊക്കെ ഇവർക്ക് ഭയങ്കര വിഷമമുണ്ട്, ഇവർ ജോലിയൊന്നും ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ, ലോകത്തിന് അവർ കാണുന്നത്, അതിൻ്റെ പരിഹാസങ്ങൾ, അതൊക്കെ എന്നിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ആ തരത്തിലുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ലോകത്തെ കാണാൻ ശ്രമിച്ചത്. ഞാൻ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ നടക്കുന്നു, അയാൾ ശരിയല്ല, അയാൾ കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ അയാൾ കഞ്ചാവ് വലിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്തായിട്ട് ശരിക്കും ചികിത്സിച്ചില്ല, അല്ലെങ്കിൽ ഭാര്യേനെ നോക്കിയില്ല, ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ആൾക്കാരെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലൊരു ജോലി ഉണ്ടായിരുന്നതാ, എന്നിട്ട് അവൻ അതിന് പോവാതെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് തെണ്ടി നടക്കുന്നു. ഇങ്ങനെയൊക്കെ ഈ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു വലിയ ജനക്കൂട്ടുണ്ട്. എന്നും അവർ ഈ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ശരിയല്ല, ഈ ശരിയല്ലായ്മ കാണുന്ന ആൾക്കാർ. അത് എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളിൽ ഈ അധ്യാപകർ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. തെറ്റ് കണ്ടുപിടിക്കുക, കൂടുതൽ ജോലി ചെയ്യുക, ഒന്നാമതെത്തുക, മിടുക്കനാവുക, നല്ല ആളാവുക, അങ്ങനെയുള്ള ഒരു മാതൃകാ മനുഷ്യനാവാത്തതിൽ വിഷമിക്കുക, അല്ലെങ്കിൽ ആയ ആൾക്കാരോട് ഭയങ്കര ആരാധനയോ അസൂയയോ ഉണ്ടാവുക. ഇതല്ലാത്ത ഒരു തലത്തിലും ആൾക്കാരിങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതിലൊന്നും നമുക്ക് പറ്റുന്നതല്ല. കൂടുതൽ അധ്വാനിക്കാൻ വയ്യ, മിടുക്കനാവാൻ വയ്യ, ഒന്നാമനാവാൻ വയ്യ, ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ വയ്യ, ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളവനാവാൻ വയ്യ. എല്ലാത്തിനും വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഒരു കൂട്ടം, അത് വലിയ ഗ്രൂപ്പൊന്നുമല്ല, പക്ഷെ അവരുടെ കണ്ണ് ഭയങ്കര കണ്ണാണ്. അവർക്ക് കുറ്റപ്പെടുത്തലൊന്നുമില്ല, അവർക്ക് ചില തമാശകളും ചില പരിഹാസങ്ങൾ, ചില സംഗതികളൊക്കെ മാത്രമേ ഉള്ളൂ. എങ്ങടെ നേരം വിളിക്കുമ്പോൾ തന്നെ കുപ്പായൊക്കെ ഇട്ടിട്ട് പൊക്ക അയാൾ ജോലിക്ക് പോവും, ഒരാവശ്യമില്ലാണ്ട് ഇയാൾ കമൻ്റ് അടിക്കേണ്ട യാതൊരു കാര്യമല്ല. അയാൾ രാവിലെ കുളിച്ച് പാവം പാൻറ്റൊക്കെ ഇട്ട് ഇതാക്കിയിട്ട് രാവിലെ ബസ്സിലൊക്കെ കയറി എവിടെയോ തൃശ്ശൂർക്കൊക്കെ ജോലിക്ക് പോവും. അപ്പൊ ഇവര് പരിഹസിക്കുകയാണ്. എന്താ എൻ്റെ ഒരു പോക്കാട് കണ്ടു കഴിഞ്ഞാൽ അവൻ പാകം മലമുറിക്കാൻ പോണ ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിൽ ഒരാളാവുന്നുണ്ട്, എനിക്ക് അവരോട് ഇഷ്ടം തോന്നാറുണ്ട്. അതിലുപരിയായിട്ട് ചില ആൾക്കാർ, ഇപ്പൊ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരാള് അദ്രൈമ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടുള്ള, അത്ര അധികം കാലമായിട്ടില്ല, മൂപ്പര് ഒരു 10-30 കൊല്ലമായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ പീരീഡിൽ അധികം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ 72 വയസ്സായിട്ടുള്ളതാണ് അദ്ദേഹം മരിച്ചു പോയിട്ട്. അപ്പം ഞാൻ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴും നല്ല വലിയ പാടം കടന്നിട്ടൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന വഴികളുണ്ട്. അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ വീടിൻ്റെ അടുത്ത സ്കൂള്, അവിടേക്ക് പോകുമ്പോൾ വലിയ പാടം കടന്നിട്ട് വേണം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല നടുക്കേണ്ട പാടത്ത് ഈ അദ്രൈമ മുസ്ലിയാർ ഒരു കുട ഇങ്ങനെ ഭയങ്കര ഉയരത്തിൽ ഇങ്ങനെ പിടിക്കും, ഉയർത്തി പൊക്കി പിടിക്കും. ഉയരത്തിൽ കുട പൊക്കി പിടിക്കുമ്പോൾ എന്താ വെച്ചാൽ വെയിൽ തലയിലേക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ കുട താഴ്ത്തി പിടിച്ചില്ലെങ്കിൽ വരും. അപ്പോൾ അത് വെച്ചിട്ട് മൂപ്പര് ഇങ്ങനെ റൗണ്ട് അടിക്കും. അപ്പോൾ ഒരു മന്ത്രം പോലെ ഇങ്ങനെ ജപിക്കും, യാ ഫത്താ മന യാ ഫത്താ യാ ഫത്താ. അപ്പോൾ സർവശക്തനായ ദൈവമേ എന്നാണ് അത്ര അതിൻ്റെ അർത്ഥം, എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഇയാളെ എപ്പോഴും യാ ഫത്താ എന്ന് പറയുന്ന കാരണം ഇയാളെ ഫത്താഹ് മുസ്ലിയാർ എന്ന് പറയും ആൾക്കാർ. കയ്യിൽ വഴുക്കാന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, ഈ മറ്റേ ഓലയിൽ ചേന്തിരുത്ത വഴുക്ക. ഇത് ചുറ്റും സിഗരറ്റ് ഉണ്ടാവും, ആ സിഗരറ്റിൻ്റെ കുറ്റിയൊക്കെ ആയിട്ട് കൈയൊക്കെ ഇങ്ങനെ പൊള്ളിയിട്ടൊക്കെ ഉണ്ടാവും, അതിങ്ങനെ നിറയുണ്ടാവും. മടിയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടാവും, ഷർട്ട് ഇട്ടിട്ടുണ്ടാവും, ഇടാതെ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ അത് പൊക്കി പിടിച്ചിട്ട് നല്ല വെയിലത്ത് സ്കൂൾ വിട്ട് വരുമ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടാവും, രാവിലെ സ്കൂളിൽ പോകുമ്പോഴും നടക്കുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാർ മൂപ്പരെ പറ്റിയിട്ട് പല കഥകളൊക്കെ പറയും. ഇങ്ങനെ പല ആൾക്കാരും ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഇല്ലാത്ത കഥകൾ, ഉള്ള കഥകൾ ഒക്കെ ഉണ്ടാവും. ഇയാൾ അവിടെ രാത്രി മറ്റേ ശ്മശാനത്തിൽ വെച്ചിട്ട് കണ്ടു മൂപ്പരെ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം മനുഷ്യരെ ആരും വാസ്തവത്തിൽ ചിലപ്പോൾ ഒരു നോവലിലോ
അല്ലെങ്കിൽ മറ്റുള്ള ആഖ്യാനങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഇവർ വരുന്നുണ്ടാവും. ഒരു നോവലാവുമ്പോൾ അതിലൊരു മന്ദബുദ്ധിയോ പൊട്ടനോ വേണമല്ലോ. ആ നിലയ്ക്കൊക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവും. ഇതുപോലെ ഇവരുടെ പേഴ്സ്പെക്റ്റീവിൽ ലോകത്തെ കാണുന്ന ഒരു രചനാ രീതി ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കൈരളി തുടങ്ങിയപ്പോഴൊരു സാധ്യത വന്നത്. അപ്പോൾ അത് ആദ്യം കണ്ടിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ടു. ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, അവർ പല കാര്യങ്ങളും പറയുന്നു. ഞാനാണ് ഇനി യേശു അല്ല മറ്റേ എനിക്ക് മാത്രമേ ഇനി ഈ ആൾക്കാരെ ഉദ്ബോധിപ്പിക്കാനും പ്രബോധനം ചെയ്യുന്നതിനും അധികാരമുള്ളൂ. ഞാനാണ് യേശു ക്രിസ്തുവിൻ്റെ ശേഷം ഇപ്പോൾ നിലവിലുള്ള മതത്തിൻ്റെ അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊച്ചു ബേബി സംസാരിക്കുന്നത്. അപ്പോൾ കൊച്ചു ബേബി അതിന് എല്ലാ ലോകത്തിലത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് കൊച്ചു ബേബി സംസാരിക്കുന്നു. എല്ലാ തരത്തിലുള്ള മതത്തിൻ്റെയും പരമ അധ്യക്ഷനായിട്ടാണ് അയാൾ ഇരിക്കുന്നതെന്ന് അയാൾ തന്നെ പറയുന്നു. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് പറയുന്നതൊക്കെ അത് റോട്ടിലിരുന്നിട്ടാണ് പറയുന്നത് അയാൾ. എന്നിട്ട് ഈ വേഷം എന്ന് പറഞ്ഞാൽ വലിയൊരു തുണി വാങ്ങിച്ചിട്ട്, പെട്ടെന്ന് കണ്ട അച്ഛനാന്ന് തോന്നും, വലിയൊരു തുണി വാങ്ങിച്ചിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് അത് കഴുത്തിൻ്റെ അവിടെ ഒരു കണ്ടിച്ച് കളഞ്ഞിട്ട് അതിങ്ങനെ തലയിൽ കൂടെ ഇടാം. എന്നിട്ട് ഈ രണ്ട് ഭാഗവും അയാൾ തുന്നിയിട്ടുണ്ടാവും. ഈ കൈ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പും ഉണ്ടാവും. അപ്പോൾ വളരെ എളുപ്പമാണെന്നാണ് മൂപ്പര് പറയുന്നത്. അതാണ് നമ്മുടെ ആചാര വസ്ത്രമാണത്. കാരണം അതിന് പ്രത്യേകിച്ച് പോയി കയ്യോ കോളറോ ഒന്നും വേണ്ട. ഒരു തുണി രണ്ടായിട്ട് മടക്കുക, എന്നിട്ട് അതിനൊരു ഓട്ട തുന്നുക, അപ്പോൾ അത് തല അങ്ങോട്ട് ഇറക്കുക, ഇവിടെ വെച്ച് കെട്ടി, അങ്ങനെയാണ് മൂപ്പര് നടന്നിരുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ വേറൊരു തരത്തിൽ ആലോചിക്കുമ്പോഴോ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ഈ ഭൂമിയിലുള്ള അവരുടെ ഒരു റിലവൻസ് എന്താണ്? ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു മനുഷ്യരാണ് അവർ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആണല്ലോ, ഭൂമി മനുഷ്യരുടെയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിലൊരു മനുഷ്യനാണ് അയാൾക്ക് സുഖമില്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം, അയാൾ മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ പറയണ കൂട്ടത്തിലല്ലായിരിക്കാം അയാൾ നടന്നു പോയത്, ജീവിച്ചു പോയത്. അതുകൊണ്ട് അയാളുടെ മനുഷ്യത്വത്തിനെ നമുക്ക് ഈ അസാധുവാക്കാൻ പറ്റില്ല. അയാൾ മനുഷ്യൻ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു ചിന്ത എന്നിലുണ്ടായി അപ്പോൾ അയാളൊന്നും ആൾക്കാർ മനുഷ്യരായിട്ടേ പരിഗണിക്കില്ല. അവര് അതിൽ നിന്ന് പുറത്തുപോയ ആൾക്കാർ, എന്നുള്ള നിലക്കാണ് ഇവരെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഏതാണ്ട് 20 കൊല്ലം ചെയ്തു. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ 20 കൊല്ലം എല്ലാവരും 5 കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് മടുക്കാൻ തുടങ്ങിയത്. എല്ലാ ആഴ്ചയിലും ചെയ്യേണ്ടത്, എല്ലാ ആഴ്ചയിലും ചെയ്യാന്ന് പറയണ കാര്യമൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ കുറച്ചൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ അത് അപ്പോൾ എല്ലാ ആഴ്ചയിലും ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി വൈസ് ഒക്കെ മോശമായി തുടങ്ങി. അത് എനിക്ക് തന്നെ അറിയാം. പ്രത്യേകിച്ച് ഒരു ശീതീകരിച്ച മുറിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ആയിരുന്നില്ലല്ലോ അവര്. അതിന് ക്രൂ ടീമൊക്കെ പോയിട്ട് പിന്നെ ഇത് എക്സ്പെൻസീവോ. നമ്മളിപ്പോൾ വടകരയിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ വടകരയിലത്തെ ആളെ ആദ്യം കാണാൻ വേണ്ടി പോകണം, അയാളോട് സംസാരിക്കുന്ന അയാളെ കാണണം, അയാൾ ഇങ്ങനെയൊക്കെയാണോ. ഇപ്പം നിങ്ങൾ ഫോൺ ചെയ്ത് പറയുമ്പോൾ എന്നെ അറിയണ ആളാണ്, മറ്റേ അറിയാത്ത ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടറിവ്. അയാൾ ചിലപ്പോൾ വല്ല കള്ള് ഷാപ്പിൽ കിടക്കുക, അല്ലെങ്കിൽ പാലത്തിൻ്റെ അടിയിൽ കിടക്കുക, അല്ലെങ്കിൽ നടന്നു പോവുകയൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ അയാളോട് പിടിച്ച് നിർത്തണം. പിന്നെ ഈ ക്രൂ ടീമായിട്ട് ചെല്ലുമ്പോൾ അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവുമോ? അല്ല, അവർ നിൽക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിൽക്കാത്ത ആൾക്കാരുണ്ടാവും. നിൽക്കാതെ നിങ്ങൾ തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ കാണില്ല തിങ്കളാഴ്ച പോയാൽ. അപ്പോൾ അതിൻ്റെയൊക്കെ റിസ്ക് ഉണ്ട്. അവിടെ പോയി ഷൂട്ട് ചെയ്ത് അന്ന് അങ്ങനെ വേണം, ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് എഡിറ്റ് ചെയ്ത് നമ്മൾ നരേഷൻ കൊടുത്ത് റീറെക്കോർഡ് ചെയ്ത് ഫൈനൽ പ്രിൻ്റ് അയച്ചു കൊടുക്കണം. ഫൈനൽ പ്രിൻ്റ് അയച്ചു കൊടുക്കുമ്പോൾ ലാസ്റ്റൊക്കെ നമുക്ക് അതിൻ്റെ പൈസ ഒന്നും മുതലാവില്ല. ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. നറേഷനൊക്കെ ചില ആൾക്കാരെ കൊണ്ട് നമ്മൾ എഴുതിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇതൊന്നും അതിൽ ലാഭകരമായിട്ടുള്ള സംഭവമല്ല. അത് കാരണം മാത്രമല്ല, നമ്മൾ ഈ ആഴ്ചയിൽ ഇതൊക്കെ വളരെ റയറായിട്ട് വരുന്ന ചില ആൾക്കാരാണ്. ഈ ഒരു പക്ഷേ ടി വിയിലൂടെ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് കാണാൻ ഒരു താല്പര്യം തോന്നത്തക്ക തരത്തിലുള്ള ആൾക്കാർ അത്ര അധികമൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ അത് കുറഞ്ഞു വരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ. പിന്നെ നമ്മൾ അതിൻ്റെ വലിയൊരു അന്വേഷണമൊക്കെ നടത്തണം. കേരളം മുഴുവൻ അല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെയാണല്ലോ വളരെ താല്പര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് വന്നപ്പോൾ തന്നെ ഇത് വന്ന് ഒരു 5-8 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരിൽ ഭയങ്കര താല്പര്യം ഉണ്ടായത് ഇങ്ങനത്തെ വിഷയം. പല ആൾക്കാരും പല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. പല രീതിയിൽ ഈ വേറിട്ട കാഴ്ചകളുടെ പോലെ വേറൊരാൾക്കാർ ഒറ്റയ്ക്ക് ഇത് പനയമ കയറുന്നു, തല കീഴ്പിട്ടാക്കിയിട്ട് പനയമൊന്ന് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള വേറിട്ട കാഴ്ചകൾ വരാൻ തുടങ്ങി. പിന്നെ അപ്പോൾ ആ ഒരു സമയത്ത് 2002 അതൊന്നുണ്ടായിട്ടുള്ള വേറൊരു മാറ്റം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള 2 പ്രധാന കാര്യങ്ങളത്. ഈ കലാവതിയിൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാനതിന് മുമ്പ് അങ്ങനെ വലിയ എഴുത്തുകാരനൊന്നുമല്ല, ചെറിയ കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ചെറുകഥ, ഈ മിനിക്കഥ എന്നൊക്കെ പറയണ പോലെ, അത്രയേ ഉള്ളൂ, വലിയ എഴുത്തിൻ്റെ ആളല്ല. അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് NRS ബാബു, കള്ളിക്കാട് രാമചന്ദ്രൻ മുതലായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ജയചന്ദ്രൻ നായരും അന്ന് കലാവന്തിയിലാണ് ഉള്ളത്. അപ്പോൾ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതാൻ പറയണമെന്നുള്ള കല്ലിൽ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ മാറി. അപ്പോൾ വാസ്തവത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനീയകൾ വരാൻ തുടങ്ങിയ ഒരു സമയമാണ് അത് കുറച്ച് വന്നു. അവർ കുറച്ച് പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു NS മാധവൻ്റെ ഇങ്ങനെ ഒരു നോവൽ വരാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അത് അവരുദ്ദേശിച്ച വിധത്തിൽ കൂടുതൽ അവരുടെ ഒരു റേറ്റിംഗ് കൂട്ടുകയോ അല്ലെങ്കിൽ കൂടുതൽ വായനക്കാരെ ആകർഷിക്കുകയോ ചെയ്തില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറച്ചൊരു തമാശയോ അല്ലെങ്കിൽ കുറച്ചൊരു ലേറ്ററായിട്ടുള്ളൊരു കോളം അതിനകത്ത് വന്നാൽ നന്നായിരിക്കും എന്നുള്ള അവരുടെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ഒരു ആലോചന ഉണ്ടാവുകയും പലതരത്തിലുള്ള സജഷൻസ്, കാർട്ടൂണ്, അത് ഇത് മറ്റേ കുറച്ച് എന്നൊക്കെ പറയില്ല. ഇപ്പോൾ പലതിലും അങ്ങനെ ഒരു ലേറ്ററായിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ വലിയ മനുഷ്യരും ചെറിയ വലിയ ലോകവും ചെറിയ മനുഷ്യരും പോലെ, അതുപോലെ ഇപ്പോൾ അക്ഷരം പ്രതി വരുന്നുണ്ട്, അഭിനിവേശം വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള. അപ്പോഴാണ് ആരോ അവിടെ നിന്ന് തന്നെ അവരുടെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് ആരോ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആളുടെ പേര് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല, ഇങ്ങനെ കൈരളി TV ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ 2000-ലാണത് കൈരളി TV തുടങ്ങുന്നത്, അതായത് 26 കൊല്ലം മുൻപ്. അപ്പോൾ അത് വെച്ച് അവർ പറഞ്ഞ് ഇങ്ങനെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്, ഭയങ്കരമായിട്ട് വ്യൂവേഴ്സ് ഉള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട്സൊക്കെ എഴുതി തരാം, ആൾക്കാരെ പറ്റിയിട്ടൊക്കെ എഴുതി തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇങ്ങനെ ആൾക്കാർ വായിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇവർ എൻ്റെ അടുത്ത് കലാവതിയിൽ നിന്ന് വിളിച്ച് ഈ കള്ളിക്കാടനും NRS ബാബു സാറൊക്കെ വിളിച്ച് പറയുന്നത് എഴുതാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാനും, അത് എന്താ എഴുതണം, ഷൂട്ട് ചെയ്തു, അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ എന്താ എഴുതാനുള്ളത്, ഓൾറെഡി കഴിഞ്ഞു പോയി അത്. അതല്ല ശ്രീരാമൻ എഴുതിയാൽ മതി, അതിൻ്റെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഞാൻ എങ്ങനെ എഴുതി, എനിക്കൊരു പിടിയില്ലല്ലോ, ഞാൻ മുമ്പ് എഴുതിയിട്ടുള്ള ആളല്ല, ഞാൻ ജേർണലിസം പഠിക്കാനും പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ തരത്തിലുള്ള സാഹിത്യത്തിലും അങ്ങനെ ഒരു പ്രാവീണ്യമുള്ള ആളല്ല ഞാൻ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി എൻ്റെ കൂടെയുള്ള ഒരു അസിസ്റ്റൻറ്റിനോട് ഞാൻ അന്ന് വന്നിട്ടുള്ള അന്ന് അവൻ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്നു. അവൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് എഴുതി ഞാനൊരു പേരൊക്കെ മാറ്റിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എഴുതി തന്നു ഉണ്ടായതും അയാളെ പറ്റിയിട്ട്. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ തോന്നി. കാരണം അത് അവൻ്റെ ഈ പത്രത്തിൻ്റെ ചില ഭാഷയൊക്കെ ഉണ്ടല്ലോ, അതായത് ബഷീർ, തിരൂരിന് സ്വന്തം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചില ലാംഗ്വേജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടച്ചടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അവൻ്റെ ഒരു ജേർണലിസ്റ്റിക് അവൻ പഠിച്ച ഒരു ശീലത്തിൻ്റെ ഭാഷയും ഒരു പുതുമയും തോന്നിയില്ല. അപ്പോൾ ഞാൻ തന്നെ അപ്പോൾ എഴുതാൻ തുടങ്ങിയപ്പോൾ ഒരു സൂത്രം ഞാൻ പ്രയോഗിച്ചു. ആദ്യത്തെ ഒരു എപ്പിസോഡ് MT വാസുദേവൻ നായർ അപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്നിട്ടുള്ള ഒരു പെൺകുട്ടീനെ പോയിട്ട് കണ്ട് അവരെ പറ്റിയിട്ട് എഴുതാം എന്ന് വിചാരിച്ച് അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അനുഭവം ഉണ്ട് എനിക്ക്. അപ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, MTയുടെ ഓർമ്മകളും. അപ്പോൾ MT അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം എന്ന് പറഞ്ഞിട്ടുള്ള കഥയിൽ അവരെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്, അവരുടെ പേരും എഴുതിയിട്ടുണ്ട്. അവരുടെ ഭർത്താവ് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടൊരു
പയ്യൻ, അയാൾ നമ്പൂതിരി എന്നാണ് വിളിക്കുക, എന്തൊരു നമ്പൂതിരി ഉണ്ട്, അയാളാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അയാളും പഠിച്ചിരുന്നതാണ്. അതൊക്കെ MTയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. കുമരനിൽ, ഈ അടുത്താണ് കുമരനിലെ ഒരു സ്കൂളിൽ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതിയ ആൾക്കാർ പെട്ടെന്ന് ഈ MT എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അങ്ങ് വായിക്കുമല്ലോ. അല്ലാണ്ട് നമ്മളൊരു പുതിയ സാധനം ഇറക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു ചെറിയ സൂത്രം ചെയ്യുക. ഏതെങ്കിലും ഒരു മഹാന്റെ അറിയപ്പെടുന്ന ഒരാളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും. ഇപ്പം ഞാനും മമ്മൂട്ടിയും കൂടിയിട്ട് അവിടെ പോകുമ്പോൾ മമ്മൂട്ടി ആ ചായക്കടയിൽ കയറി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ചായക്കടയിൽ കയറിയപ്പോൾ ആർക്കാണ് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ വെറുതെ ഒരു വേലപ്പം ചായക്കടയിൽ കയറി എന്താ താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുൽസിത ബുദ്ധിയായിരുന്നു അത്. അപ്പോൾ അത് വായിച്ചപ്പോൾ കുറേ കത്തുകളൊക്കെ വന്നു, തുടർന്ന് എഴുതാനൊക്കെ പറയുന്നു. അങ്ങനെയാണ് എഴുത്ത് ആരംഭിച്ചത്. അത് പക്ഷേ റീഡേഴ്സ് ഉണ്ടായി. എനിക്ക് തന്നെ എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അങ്ങടെ എല്ലാ ആഴ്ചയിലും എഴുതാൻ തുടങ്ങി. ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ എഴുതി, എല്ലാ ആഴ്ചയിലും എന്നുള്ള നിലക്ക്. ആദ്യത്തെ പുസ്തകം വന്നു. അങ്ങനെയാണ് ഞാൻ വേറെ ഒരു രീതിയിലേക്ക്, അതെനിക്ക് ഇഷ്ടമുള്ളൊരു പണിയായിട്ട് തോന്നി. ഈ ഷൂട്ട് ചെയ്യലും അതിനെപ്പറ്റി പറയലും അങ്ങനെ പൂർണ്ണമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള സംഭവമല്ല. കാരണം അത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ക്യാമറാമാൻ, നമ്മളാളെ കണ്ടുപിടിക്കുന്നു. നമ്മൾ പുറത്തിങ്ങനെ നിൽക്കുന്നു. നമ്മൾക്കിപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാനുള്ളത് നമ്മളുടേതായിട്ട് അയാളെ ഒന്ന് പരാവർത്തനം ചെയ്യാണ്ട്, അപ്പോഴല്ലേ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഞാൻ അയാളെ കണ്ടു, അയാളെ കാണാത്ത ചില ഏരിയകൾ ഞാൻ അയാളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ചരിത്രത്തിലും ബാക്ക് ഹിസ്റ്ററിയിലും ഞാൻ കാണുന്നു. ഞാൻ അയാളുടെ ഒരു ലൈഫിനെ പറ്റിയിട്ട് എൻ്റേതായിട്ട് ആ സാധനമൊന്നും ഈ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. മറ്റത് എഴുത്ത് ഞാൻ പരമാധികാരിയാണ്. അതിൻ്റെ ഓരോ വാക്കും അതിൻ്റെ ഒരു കുത്തും കോമയും ഘടനയും ഒക്കെ ഞാൻ തീരുമാനിക്കണതാണ്, വേറൊരാളുമില്ല. ജയചന്ദ്രൻ നായർ സാറ് പറയും ഒരു വാചകം പോലും വെട്ടിക്കളയരുത്, അല്ല NRS ബാബു പറയും ഒരു വാക്ക് പോലും വെട്ടിക്കളയരുതെന്ന് ഞാൻ എൻ്റെ അവിടുത്തെ ഈ ജേർണലിസ്റ്റ് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അവർ ചിലപ്പോൾ സ്ഥലം തയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലം അത് കൂടുതലാവുമ്പോൾ 2 കണ്ണികയൊക്കെ എടുത്ത് കളയും. ഒരു സാധനം കട്ട് ചെയ്യരുത് എന്നുള്ളത് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ നിലയ്ക്കുള്ള ഒരു പൂർണ്ണത കണ്ടെത്തണ പോലെ തോന്നി. സംഗതി അത് ക്രിയേറ്റീവ് അല്ല എന്നൊരാക്ഷേപം, അല്ലെങ്കിൽ ആക്ഷേപമല്ല എന്നൊരു വീക്ഷണം ഉണ്ട് അതിന്. കാരണം ക്രിയേറ്റീവ് ആവണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ സങ്കല്പിച്ച് എഴുതണം എന്നാണോ? അങ്ങ് സങ്കല്പിക്കുന്ന സൃഷ്ടിപരമാവുക എന്ന് പറയുന്ന ഒരു സാധനം. ഇതിലും നിരീക്ഷണം ഉണ്ടല്ലോ. നിരീക്ഷിച്ചോണ്ട് ക്രിയേറ്റീവ് ആവണമെന്നില്ല. അതായത് നമ്മൾ ഒരു ഇത് ജേർണലിസം മാത്രമേ ആവണുള്ളൂ. ജേർണലിസം പറഞ്ഞാൽ കണ്ടത് റിപ്പോർട്ട് ചെയ്യല്ലേ, അതെങ്ങനെ ക്രിയേറ്റീവ് ആവണം? അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പ്രശ്നമുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ജേർണലിസം എന്ന് പറയാമോ, അതുപോലെ ക്രിയേറ്റീവ് ജേർണലിസ്റ്റ് നിലവിലെ ഈ നോൺ ഫിക്ഷൻ എന്ന് പറയാമോ, നോൺ ഫിക്ഷനാണോ ഫിക്ഷനാണോ? അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഒക്യുപ്പൈ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മളുടെ ഭാവനയൊക്കെ ഉണ്ട്, നമ്മളുടെ ഭാവനയ്ക്കൊക്കെ ഒരു ഇടമുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചയ്ക്ക് ഒരു സ്ഥലമുണ്ട്. പക്ഷെ പെട്ടെന്നൊരു കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഇത് ഫിക്ഷനിൽ വരില്ല. അപ്പം അതിൻ്റെ ഒരു ചെറുകഥയുടെ കൂട്ടത്തിൽ അതിലത്തെ ഒരു സ്റ്റോറിയും പരിഗണിക്കില്ല. ഉള്ള ഒരാളെ പറ്റിയിട്ട് അയാൾ എഴുതിയാൽ ഇപ്പം എന്താ, അപ്പോൾ ജേർണലിസ്റ്റുകളൊക്കെ ചെയ്യുന്നല്ലേ. ജേർണലിസ്റ്റ് അപ്പോൾ ഒരു തരം താന്ന പണിയായിട്ട് അവർ പറയും, അതിലൊരു ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറയും. കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അയാൾ അവിടെ നടന്നു ഇവിടെ നടന്നു ആ സംഭവങ്ങൾ അവർ പെട്ടെന്ന് പോയിട്ട് ഇപ്പോൾ ഇയാളോട് പറയുന്നു, എന്താ പേര് പറഞ്ഞ അശ്വിനോട് പറയുന്നു തൃശ്ശൂർ പോയിട്ട് നിങ്ങളിപ്പോൾ ഇന്ന് അവിടെ കളക്ടർ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അടുത്ത പൂരത്തിനെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇതെന്താ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്, കളക്ടറിന് ഇന്നതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കളക്ടറോട് ചിലപ്പോൾ 2 ചോദ്യം ചോദിക്കും, അതല്ലേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റാരും കാണാത്തത് നമ്മൾ കാണുന്നു, അവരെ നിരീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടേതായ ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ. ഇൻപുട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവരത് സമ്മതിക്കാൻ പെട്ടെന്ന് ഒരു ഉള്ള കാര്യത്തെ പറ്റി അല്ല ഇയാൾ എഴുതിയതാണ് പ്രഥമ ദൃഷ്ടിയ നമ്മൾ ചെയ്തിട്ടുള്ള പോരായ്മ. ഒരാളോട് ചോദിച്ചിരിക്കുന്നുണ്ട്, ഇയാൾ കണ്ടു, അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞു, ഇയാൾ എഴുതി. അതിനിപ്പോൾ എന്തപ്പോൾ അതിപ്പോൾ ഇയാളെന്താ അതിൻ്റെ ഒരു സൃഷ്ടാവ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഈ ഒരു ഡ്രോബാക്ക് ഉണ്ട് എന്നാണ് ആടുജീവിതത്തിനും പിന്നെ പറഞ്ഞത്. ഉള്ള സംഗതിയാണ്, അത് ക്രിയേറ്റീവ് അല്ല.
അതുകൊണ്ട് അവാർഡ് കൊടുത്തത് ശരിയല്ല. ഇത് രണ്ട് വാദമാണ്. അത് ഒരിക്കലും യോജിച്ച് പോവാത്ത രണ്ട് വാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അത് പോട്ടെ, അതിനെപ്പറ്റി സംസാരിക്കേണ്ട. പക്ഷെ ഞാൻ ഇതൊക്കെ ഈ എഴുതുന്ന സമയത്ത് എനിക്ക് ഒരു സന്തോഷവും തൃപ്തിയും, ഞാൻ അതിൻ്റെ ഒരു ഏകാഗ്രതയൊക്കെ എനിക്ക് കൈവരികയൊക്കെ ചെയ്തിരുന്നത് അയാളെ തന്നെ ശ്രദ്ധിക്കുകയും അയാളെ തന്നെ കേൾക്കുകയും അയാളെ തന്നെ മനസ്സിൽ വിചാരിക്കുകയും അയാൾ അന്നൊക്കെ എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടാവുക, അത് കുറച്ച് ഈ എഴുത്ത് തീരുന്നവരെയെങ്കിലും അത് നമ്മുടെ മനസ്സിൽ ഒരു വിഷമമായിട്ട് തീരുന്നത്. ഇയാളിങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക, ആ ഒരു പെണ്ണ് വന്നിട്ട് പെണ്ണും ഇയാളും തമ്മിൽ ഈ ഒരാദ്യം കണ്ടിട്ടൊക്കെ അല്ലെ ഒരു മനസ്സമ്മതമൊക്കെ, ഇയാളെ കണ്ടിട്ട് അവർക്ക് എങ്ങനെ ഇഷ്ടമായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവില്ല അന്ന്, ഇയാൾ ചെറുപ്പത്തിലും ഇങ്ങനെ തന്നെയാന്ന് പറയണം. അങ്ങനെ പല കാര്യത്തിനെ പറ്റി നമ്മൾ ആലോചിക്കും, പലതിനെ പറ്റി ആലോചിക്കും. എന്നിട്ട് അപ്പം അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ അവരോടൊന്നും ചോദിച്ചാലും അവരൊന്നും പറയില്ല, അപ്പോൾ ആ പെണ്ണിനോട് ചോദിച്ചാലും പറയില്ല. അപ്പോൾ എൻ്റെ അവിടെ കുഞ്ഞാമ്മ എന്നുകൊണ്ട് ഞാനിപ്പോഴും കാണുന്നൊരുത്തുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ അവനെ ഒരു ബുദ്ധി വേണമെങ്കിൽ അങ്ങനെ പറയാം, ബുദ്ധിയൊന്നും ഉള്ള ആളല്ല. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഓരോ വീട്ടിൽ നിന്ന് പറഞ്ഞാലൊക്കെ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് എഴുതി കൊടുത്താലോ കടയിൽ പോയിട്ട് അതിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ വെറുതെ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ആൾക്കാരായിട്ട് ചിരിക്കുക. അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും കൊടുക്കും, പിടിക്കും, ചിലപ്പോൾ പൊടി വലിക്കും, മരവിക്കും. പീടികയിൽ അവിടെ എപ്പോഴും ഉണ്ടാവും. അവന് എല്ലാത്തിലും കൗതുകം കണ്ടാലും ചിരിക്കും, അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പോൾ അവനും കല്യാണം കഴിച്ചു, അവരും കുട്ടികളുണ്ടായി. ആ സ്ത്രീ എൻ്റെ വീട്ടിലൊരിക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താ ചെയ്യുക, ആ ഒരു കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവൻ ഒരു വീട്ടുകാർ നിശ്ചയിച്ചിട്ടുണ്ടാവും 30. ആ പെണ്ണ് ആറങ്ങോട്ടുകാര ആ ഭാഗത്തുള്ളത്. ഈ കുഞ്ഞമ്മനെ കണ്ടാൽ ആർക്കാണ്, ഏത് പെണ്ണാണ് ഇഷ്ടപ്പെടുക, എന്താണ് ഇവൻ്റെ ഒരു കഴിവുള്ളത്, അപ്പോൾ ആരാണ്, എന്നിട്ട് ഇവൻ്റെ കുഞ്ഞുണ്ടാവുന്നവരിൽ. അപ്പോൾ അവരുടെ ലൈഫിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കും. വീട് പണയത്തിലായി, വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. അപ്പോൾ അതിന് കടം വാങ്ങിച്ചു, അത് അടയ്ക്കാൻ പറ്റില്ല, പ്രാരാബ്ദങ്ങൾ. അപ്പോൾ ആ സ്ത്രീനെ പറ്റിയിട്ട് ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ ആ സ്ത്രീയെ ഒട്ടും എൻ്റർടൈൻ ചെയ്യില്ല, ഒരിക്കലായിട്ട് വന്നു. അപ്പോൾ ശരി ഞാൻ എന്താണ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പറഞ്ഞു. അവരെ കാണുമ്പോൾ തന്നെ ആകെ വിഷമായി. കാരണം ഒരു ജീവിതം അങ്ങനെ പൊലിഞ്ഞു പോവല്ലേ. സാധാരണ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ലേ അവരുടെ പുതിയാപ്പിളനെ പറ്റിയിട്ട് ഒരു സങ്കല്പം. ഇത് പുതിയാപ്പിള രാവിലെ തൊട്ടിട്ട് പീടികയിൽ അവിടെ അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അവൻ പൊടി വലിക്കുകയാണെങ്കിൽ പൊടി വലിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ഈ മീൻ അങ്ങോട്ട് കൊണ്ടുകൊടുത്ത വീട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുകൊടുക്കും. പിന്നെ അവിടെ വന്നിട്ട് വീണ്ടും കുത്തിരിക്കും. എന്ന് തന്നെ പണി. അവന് കല്യാണം കഴിക്കുമ്പോൾ തന്നെ പണി. അല്ലാതെ ഒരു വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല, എണ്ണാൻ അറിഞ്ഞൂടാ. ഓരോ വായത്തോന്നി പാട്ടുകളൊക്കെ ഉറക്കെ പാടിയിട്ടൊക്കെ ഇങ്ങനെ പറമ്പ് കൂടെ നടക്കും. ഇങ്ങനത്തെ ഒരാളാണ്. അവനെ ഒരു പെണ്ണ് കല്യാണം കഴിക്കുക, ആ പെണ്ണിൻ്റെ ഒരു ജീവിതം, അത് ഞാൻ അങ്ങനെ ആലോചിക്കും. കാരണം അവള് എന്ത് കണ്ടിട്ടായിരിക്കും അവനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പല ഇത് നമ്മൾ എഴുതുന്നു, എഴുത്തുകാരനാവുന്നു, അതിൻ്റെ പ്രതിഫലം കിട്ടുന്നു, ഒരുപക്ഷെ അതിന് അംഗീകാരം കിട്ടുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് ഈ മനുഷ്യരിലേക്ക് നമ്മൾ പോകുക, മനുഷ്യരെ കാണുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അവരെ അറിയുക എന്നുള്ളത്. അങ്ങനെ വലിയൊരു ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ഒരു കാര്യം നടക്കുന്നുണ്ട് ഇതിനകത്ത്. വെറുതെ ഇരുന്ന് കഥ എഴുതണമെന്ന് അതുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ മനുഷ്യരായിട്ട് നമ്മൾ ബന്ധപ്പെടുക, അവരെ കാണുക, അവരെ അറിയുക, അവരുടെ ജീവിതങ്ങൾ കേൾക്കുക, അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അറിവുണ്ട്. നമ്മളുടെ പല പ്രശ്നങ്ങളും ഒന്നും പ്രശ്നങ്ങളല്ല. ഇവരൊക്കെ ജീവിക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ, അപ്പം നമ്മൾ ഈ സമൂഹത്തിനെ പറ്റിയിട്ട്, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ പറ്റി, ചുറ്റുമുള്ള മനുഷ്യരെന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാതരം മനുഷ്യരുണ്ട്. ഇപ്പം എൻ്റെ വില്യംസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഒപ്പം പഠിച്ചിരുന്ന ഒരുത്തനാണ്. അവൻ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്. BRD എന്ന് പറഞ്ഞിട്ട് ഈ മാരുതി കാറ് മൊത്തം വിൽക്കുന്ന ഒരാളാണ്. അവനും കുഞ്ഞായ്മ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പലതരം മനുഷ്യന്മാരെ പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാകുന്നു. നമ്മൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്, നമ്മുടെ വ്യഥകൾ എന്താണ്, എങ്ങനെയാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ട് പോകുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് സുഖമായിട്ട് ഇരിക്കാനൊന്നും എനിക്ക് സഹിക്കുന്നില്ല. അത് നമ്മളെ ഹോണ്ട് ചെയ്യല്ല, അത് നമ്മളെങ്ങനെ പെരുപ്പിച്ചുകൊണ്ടിരിക്കും.
നമ്മൾ സൗകര്യത്തിൽ ഇങ്ങനെ ചെറുതായി ഒന്നും ബാധിക്കുന്നില്ല എന്നെ എന്നുള്ളൊരു തോന്നലിനാണ് ഇഷ്ടം എല്ലാ മനുഷ്യർക്കും. നമ്മൾ സേഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വാതിൽ ജനൽ കാര്യങ്ങൾ ഇതൊക്കെ വെച്ച്, അല്ലെങ്കിൽ നമ്മളെ മനസ്സ് ആവശ്യമില്ലാത്ത കാണണ്ട. കുട്ടികളോട് നമ്മൾ പറയേണ്ടത് ഞാൻ നിന്നെ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കില്ല, ഇങ്ങോട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക് എന്ന് പറയണത്, ഇതൊക്കെ ഈ അവനെ വേറൊരു തരത്തിൽ മോൾഡ് ചെയ്യുന്നുണ്ട് ലോകം. മോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനോ അങ്ങനെ അല്ലാതെ ആയിപ്പോയത് എന്താ വെച്ചാൽ, ആ തൊഴിൽ സ്കൂളിൽ വെച്ചിട്ടാണ് ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, 6ാം ക്ലാസ്സൊക്കെ തൊട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിന് വലിയ ജനലുകളാണ്. അപ്പോൾ അതിൽ മാഷിങ്ങനെ ഹിന്ദിയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഹിന്ദി തീരെ മനസ്സിലാവില്ല, കണക്ക് മനസ്സിലാവില്ല, സയൻസ് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ ഈ ജനലിലുള്ള കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കും. അപ്പം ഇങ്ങനെ കാറ്റ് വീശുന്നത്, കിളികൾ ഇങ്ങനെ പറന്നു പോകുന്നത്, സ്ത്രീകൾ ഓലമിടയുന്നത്, കല്യാണം പോകുന്നത് ഒക്കെ കാണാം. വലിയ തെങ്ങും പറമ്പ. അപ്പം ഞാൻ വിചാരിക്കും, ഈശ്വര, ഈ ഇത്ര വലിയൊരു ലോകം, ഇത്ര സന്തോഷമായിട്ട് എൻ്റെ അങ്ങേപ്പുറത്ത് ഒരു ലോകമുണ്ട്, എന്നിട്ട് ഞാൻ ഇത് കേൾക്കേണ്ട ഒരു കാര്യം എന്താണുള്ളത്? എന്നിട്ട് ഇങ്ങനെ അത് എന്നോട് ചോദ്യം ചോദിക്കുന്നു, അടിക്കുന്നു ഞാൻ പഠിക്കാത്തതിന്. അപ്പം അന്ന് തന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലോക്ക് ചെയ്ത ഒരു ജീവിതം, അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുന്ന ഒരു ജീവിതം. അപ്പോൾ ഒരു അച്ഛൻ, അമ്മ എല്ലാവരും പറയുന്നു, നീ കൊള്ളരുതാത്തവനാണ്, വികൃതിയാണ്, അല്ലെങ്കിൽ ശരിയല്ല, ഗുരുത്തം കെട്ടവനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഉൾമനസ്സ് എപ്പോഴും ഇങ്ങനെയുള്ളൊരു ലോകത്തിനോട് ഇഷ്ടപ്പെട്ടു. ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാർ, അവർ സന്തോഷമായിട്ടിരുന്ന് ബീഡിയൊക്കെ വലിക്കും, കുഞ്ഞായ്മൻ്റെ പോലെ ബീഡിയൊക്കെ വലിക്കുന്ന ആൾക്കാർ, വേറൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മളതിൻ്റെ ശരിതെറ്റുകളിലേക്കൊന്നല്ല പോകുന്നത്. ആ സംഭവം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? സ്വാധീനിക്കുന്നത് നമ്മളൊപ്പം ജീവിക്കുന്ന മനുഷ്യർ. സത്യമാണത്. നമ്മളൊരു കഥയുണ്ടാക്കി പറയല്ല. ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ ലോകത്തെമ്പാടും പരക്കുകയാണ്. നമ്മൾ വിചാരിക്കും അമേരിക്കയിൽ മറ്റിടത്തും ഒക്കെ സേഫാണെന്നല്ല. പക്ഷെ കുറേ മനുഷ്യർ, വീടിൻ്റെ അകത്തായാലും ഇങ്ങനത്തെ മനുഷ്യരുണ്ട്. എവിടെയും ആവശ്യമില്ലാത്ത മനുഷ്യർ, ആർക്കും ആവശ്യമില്ലാത്ത മനുഷ്യർ, കാലം കൊണ്ടൊക്കെ തട്ടി മാറ്റിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്ന മനുഷ്യർ. അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. എഴുത്തിലത് സ്വാധീനിക്കുന്നുണ്ട്. അത് എഴുത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ വലിയ ഭാഷയിൽ ഭയങ്കര ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടി, VK ശ്രീരാമൻ്റെതായിട്ടുള്ള ഒരു ഭാഷ കൊണ്ടുവരാൻ വേണ്ടി ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു. ഞാൻ അതുവരെ വായിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ കോവിലും സ്വാധീനിച്ചിട്ടുണ്ട്, MT വാസുദേവനാരും സ്വാധീനിച്ചിട്ടുണ്ട്, അനന്ത അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല. CV ശ്രീരാമനൊന്നും അങ്ങനെ എഴുത്തിന്റെ ഭാഷയിൽ സ്വാധീനിച്ചിട്ടില്ല. ബാക്കിയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള എന്ന് പറയാവുന്ന കുറേ പോപ്പുലറായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ സ്വാധീനം, അവരുടെയൊക്കെ ഭാഷയുണ്ടോ നമ്മൾ എഴുതുന്നത്. OV വിജയൻ്റെ സ്വാധീനമുണ്ട്. ഇവരൊക്കെ സ്വാധീനിച്ചു. നമ്മളുടേതായിട്ടുള്ളൊരു ഭാഷ ഉണ്ടാക്കിയില്ല എന്നുള്ള ഒന്നല്ല പ്രശ്നം. ഇയാൾ എന്താ ചെയ്തതെന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ഇയാൾ എന്താ ചെയ്തത്, അല്ലെങ്കിൽ ഇയാൾ സ്വന്തമായിട്ട്, നമ്മൾ ഒരാൾക്ക് ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു സംഗതി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയാൾക്ക് അത് രുചികരമായോ ഇഷ്ടമായോ എന്നുള്ളതല്ലേ പ്രധാന പ്രശ്നം. ഇയാളുടെ സ്വന്തം കണ്ടുപിടുത്താണ് ഈ പലഹാരം എന്നുള്ളതല്ലല്ലോ. അപ്പൊ ഏറ്റവും അയാളുടെ, അപ്പൊ അത് പറ്റുന്നുണ്ടോ അയാൾക്ക്, നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കിയതായിട്ട് ഉണ്ടാക്കിയതായിട്ടോ അത് പറയണല്ലോ, എന്താ തെറ്റ്? നമ്മൾ നന്നാക്കി എത്ര യൂട്യൂബിൽ നിന്ന് നോക്കിയാലും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ? എത്ര വേറൊരാൾ ഉപദേശിച്ചാലും നന്നായിട്ട് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സംഗതി ചെയ്യുന്നു. ഇത് പല ആൾക്കാരുടെയും ഒക്കെ സ്വാധീനങ്ങളുണ്ട്. നമ്മളൊന്ന് വായിച്ചു നോക്കി. അത്രമാത്രമാണ് നമ്മൾക്ക് ഇതിലൊരു ഒരു അവകാശവാദമുള്ളൂ. നമ്മളെ സ്വന്തമായിട്ടൊന്നുമില്ല. പക്ഷെ ഇത് എപ്പോഴും ഉണ്ട്. ഈ എഴുത്തിനേക്കാൾ പ്രധാനമായിട്ട് എൻ്റെ ജീവിതം, എൻ്റെ ചുറ്റിൽ ജീവിക്കുന്ന ഈ ജീവികളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവർക്ക് നേരെയുള്ള വേദനയുണ്ട്. അത് പലപ്പോഴും ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. പല 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 ജീവികളുടെ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ ഉറക്കം നശിച്ചു പോകുന്നുണ്ട്. ഇയാളുടെ ഉറക്കം നശിച്ചു പോയിട്ട് ഇപ്പം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം. ഞാനതിൻ്റെ ഒരു അവകാശവാദമല്ല. എനിക്ക് ബേജാറാവുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട്. പെട്ടെന്ന്
ആ തള്ളയുടെ മുന്നിൽ വെച്ചിട്ട് കുഞ്ഞിൻ്റെ മുകളിൽ കൂടെ കാറ് പോകുമ്പോൾ ആ തള്ള കരയുന്നത് കണ്ടാൽ അതൊരു പട്ടിയായാലും മനുഷ്യനായാലും ഒക്കെ നമുക്ക് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേറെ താൻ വേദനിച്ചിട്ടുള്ള കാര്യം എന്ന് ചോദിക്കാം. പക്ഷേ ആ വേദനയോട് കൂടിയിട്ട് ജീവിക്കുകയാണ് ഞാൻ. എനിക്ക് വേറെ വലിയ ഒരു മഹത്തരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ ലോകം ശരിയായിരുന്നോ ഒന്നും എനിക്ക് തോന്നുന്നു. ലോകത്തിന്റെ ശരിതെറ്റുകളൊന്നും സാറിന്റെ എഴുത്തുകളിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന വിഷയങ്ങളിലോ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതൊക്കെ സാറെന്ന മനുഷ്യനെ എത്രത്തോളം പരുവപ്പെടുത്തി എന്നൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. അല്ല, എന്നെ നിരന്തരം ഈ നിരാശപ്പെടുത്തുന്നതാണ് എൻ്റെ ജീവിതം. നിരന്തരം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്വന്തം ജീവിതം അല്ലാതെ കാണുന്ന ജീവിതം. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വന്തം ആയിട്ടൊരു ജീവിതം ഇല്ല. എൻ്റെ സ്വന്തം ജീവിതം മറ്റുള്ളവരില്ലാണ്ട് എൻ്റെ മാത്രം ജീവിതം എന്ന് പറഞ്ഞിട്ട് എന്ത് ജീവിതമുള്ളത്? ഇപ്പൊ നിങ്ങളില്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ജീവിതം ഉണ്ടായിരിക്കും, ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയണ്ടേ. അപ്പൊ മറ്റുള്ളവരാൽ നിർമ്മിക്കപ്പെടുന്നതല്ലേ നമ്മളൊക്കെ, മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടുന്നതല്ലേ നമ്മളൊക്കെ. അപ്പൊ ആ നിലയ്ക്കുള്ള ജീവിതം എനിക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാവും, അപ്പം തന്നെ അത് പൊലിഞ്ഞു പോവും. വീണ്ടും നമ്മളൊരു സന്തോഷം ഉണ്ടാവും, അപ്പം തന്നെ അത് നശിച്ചു പോവും. വീണ്ടും ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ നശിച്ചു പോയതും അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ഒരു വലിയ ഒരു സഞ്ചയത്തിൻ്റെ ഇടയിൽ ജീവിക്കാൻ സന്തോഷിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു സെൽഫിഷ്നെസ് ഉണ്ട്. സന്തോഷിക്കുക, നമ്മൾ സ്വന്തം വിശപ്പ് മാറ്റുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു തരികയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം തരികയോ അല്ലെങ്കിൽ നിങ്ങളോട് സന്തോഷം വർത്താനം പറയുക, അത് എൻ്റെ ഒരു സെൽഫിഷ്നെസിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അത് മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം. അപ്പോൾ അതിനെ മറി കഴിഞ്ഞിട്ടൊന്നും അല്ല ഞാൻ, ഒരു മനുഷ്യനും അല്ല. അതിപ്പോൾ ഈ എഴുതിയിട്ടുള്ള MT വാസുദേവൻ നമ്മൾ സ്വാധീനിച്ചു എന്ന് പറയുന്ന കോവിലിനായാലും MT വാസുദേവനായാലും വിജയനായാലും ഈ തരത്തിലൊക്കെ സെൽഫിഷ്നെസ് ഒക്കെ ഉള്ള ആൾക്കാരിനായിട്ട് ധാരാളം എനിക്ക് അവരുടെ അടുത്ത് പെരുമാറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരൊന്നും അതിൽ വിമുക്തരൊന്നല്ല. ഒരു മനുഷ്യനും അങ്ങനെ വിമുക്തരായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മളെ ജീവിപ്പിക്കുന്നത് നമ്മളെ സെൽഫിഷ്നെസ്. അത് കാരണം നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരില്ല, ഞാനും ഇങ്ങോട്ട് വരില്ല, നമ്മളുടെ ഒരു സെൽഫിഷ്നെസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് എല്ലാ ജീവജാലങ്ങൾക്കും, മരത്തിനും പക്ഷികൾക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ആകെ കൂടിയിട്ട് നമുക്ക് ഒരു കൾച്ചർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ അങ്ങോട്ട് നമ്മളതങ്ങ് പറഞ്ഞുണ്ടാക്കുകയാണ്. ഒരു സംസ്കാരമാണ്. എനിക്ക് വിശന്നാലും ഞാൻ കൂടുതൽ വിശക്കുന്ന ആളെ ജീവിച്ച് കൊടുക്കുക, എന്നിട്ടൊരു സന്തോഷിക്കുക എന്നുള്ളത് അത് നമുക്ക് മാത്രമേ പറ്റുന്ന ഒരു സംഗതിയാണ്.